ഇപ്പോൾ സമയം 2:10. 3:30 വധൂവരന്മാർ ഇവിടെ നിന്നും പുറപ്പെടുന്ന സമയം. അതോടെ വധുക്കളായ വന്ദനയും വാണിയും തങ്ങളുടെ അച്ഛനമ്മമാരോടും സഹോദരങ്ങളോടും ബന്ധുക്കളോടും ഒപ്പം സുഹൃത്തുക്കളോടും യാത്ര പറഞ്ഞ് തങ്ങളുടെ വരന്മാർക്കൊപ്പം കാറിൽ കയറി. എന്നാൽ ഇവിടെ ദേവൂട്ടിയെ യാത്രയാക്കാനോ അവൾക്ക് യാത്ര ചോദിക്കാനോ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അതറിയാവുന്ന ജയകൃഷ്ണൻ അവർക്ക് മുൻപേ ദേവൂട്ടിയെയും കൂട്ടി കാറിൽ കയറി കഴിഞ്ഞിരുന്നു. അതോടെ ആഡിറ്റോറിയം മുറ്റത്തു നിന്നും വധൂവരന്മാർ കയറിയ വാഹനങ്ങൾ ഓരോന്നായി പുറപ്പെടുന്നു. അതിൽ 2 വാഹനങ്ങൾ ചെമ്പകശ്ശേരി തറവാട് ലക്ഷ്യമാക്കി മുന്നോട്ടു പാഞ്ഞു. ഈ സമയം ദേവൂട്ടിക്കൊപ്പം കാറിലിരിക്കുന്ന ജയകൃഷ്ണനെ സംബന്ധിച്ച് പറഞ്ഞാൽ വലിയൊരു യുദ്ധം കഴിഞ്ഞ് വിജയിയായി വരുന്ന ഒരു രാജാവിനെ പോലെയായിരുന്നു അവൻ ആ കാറിനുള്ളിൽ ഇരുന്നത്. ഈ സമയം ദേവൂട്ടിയാകട്ടെ വളരെ നിശബ്ദയായിരുന്നു. എന്നാൽ ഇവിടെ തൻ്റെ ശരീരത്തെ ചൂടേറ്റ് തന്നോട് ചേർന്നിരിക്കുന്ന ദേവൂട്ടിയെ കണ്ടപ്പോൾ ജയകൃഷ്ണൻ്റെ മനസ്സിൽ അറിയാതെയാണെങ്കിലും ഒരു ചിരി വന്നു. കാരണം ഒരിക്കൽ അവൻ ദേവൂട്ടിയുടെ അപ്പാവോട് പറഞ്ഞ ആ ഒരു കാര്യം ഓർമ്മ വന്നതായിരുന്നു അതിന് കാരണം. അതായത് ദേവൂട്ടിയോടുള്ള തൻ്റെ ഇഷ്ടം പറയാനും അവളുടെ ഇഷ്ടം പിടിച്ചുപറ്റാനുമായി പിന്നാലെ നടന്ന ദിവസങ്ങളിൽ ഒരിക്കൽ ദേവൂട്ടി കടിച്ചു മുറിച്ച കൈയുമായി താൻ ദേവൂട്ടിയുടെ അപ്പായ്ക്ക് മുന്നിൽ എത്തിയപ്പോൾ അദ്ദേഹം തന്നോട് ചോദിച്ചു ആ മുറിവിൻ്റെ കാരണം എന്താണെന്ന്. അതിന് താൻ നൽകിയ മറുപടി അതൊരു മുയൽക്കുട്ടി തന്നെ കടിച്ചു എന്നായിരുന്നു. അത് കേട്ടതും അവളുടെ അപ്പ അതിന് മറുപടിയായി പറഞ്ഞതോ ആ മുയൽക്കുട്ടിയെ തനിക്ക് അത്രയ്ക്കിഷ്ടമാണെങ്കിൽ വീട്ടുകാരോട് ചോദിച്ച് സ്വന്തമാക്കാൻ. അപ്പ പറഞ്ഞതുപോലെ താൻ ചെയ്തു. വീട്ടുകാരുടെ അനുവാദത്തോടെ താൻ ആ മുയൽക്കുട്ടിയെ സ്വന്തമാക്കി. അതാണ് ഇപ്പോൾ തൻ്റെ ഓരം ചേർന്ന് തന്നിലെ ചൂടേറ്റിരിക്കുന്നത്. തുടർന്ന് അവൻ അവളുടെ മനോഹരവും മൃദുലവുമായ കരങ്ങളിൽ പിടിച്ച് തൻ്റെ കരം ചേർത്ത് വെച്ച് പതിയെ അമർത്തി. ഈ സമയം ദേവൂട്ടി ജയകൃഷ്ണൻ്റെ മുഖത്തേക്കൊന്നു നോക്കി. അതോടെ ജയകൃഷ്ണനും അവളുടെ നേർക്ക് നോക്കി. പരസ്പരം ഒന്നും പറയാതെ ഇരുവരും നിശബ്ദരായിരുന്നു. എന്നാൽ അവരുടെ ആ ഹൃദയങ്ങൾ തമ്മിൽ പലതും പറഞ്ഞു, ആഗ്രഹിച്ചു. അതോടെ വല്ലാത്തൊരു തരം നിശബ്ദത ആ കാറിനുള്ളിൽ തളം കെട്ടി നിന്നു. അങ്ങനെ ജയകൃഷ്ണനൊപ്പം പുതിയൊരു ജീവിതം സ്വപ്നം കണ്ടിരിക്കുന്ന ദേവൂട്ടിയുടെ മനസ്സിൻ്റെ മറുവശത്താകട്ടെ സംസാരിക്കാൻ കഴിയാത്ത താൻ തൻ്റെ നാടും വീടും വിട്ട് അച്ഛനെയും അമ്മയെയും സഹോദരങ്ങളെയും വിട്ട് ഒരു പരിചയമില്ലാത്ത നാട്ടിലെ മറ്റൊരു വീട്ടിൽ അവിടുത്തെ ആളുകൾക്കിടയിൽ അത് ഓർക്കുമ്പോൾ മനസ്സിൽ വല്ലാത്തൊരു തരം വെപ്രാളവും അതിന്മൂലമുള്ള ടെൻഷനുമായിരുന്നു അവളിൽ. എന്നാൽ ഇടയ്ക്ക് ജയകൃഷ്ണനെക്കുറിച്ചും അവൻ്റെ സ്നേഹത്തെക്കുറിച്ചും ഓർക്കുമ്പോൾ ആ ടെൻഷൻ ഒന്ന് കുറയും. എങ്കിലും ജയകൃഷ്ണൻ്റെ വീട് അടുത്തടുത്ത് വരുംതോറും അവളുടെ ആ ടെൻഷനും പേടിയും കൂടിക്കൂടി വന്നു. ഈ സമയം ജയകൃഷ്ണനാകട്ടെ താനും ദേവൂട്ടിയും മാത്രമായൊരു ലോകം സ്വപ്നം കണ്ട് അതിൽ മതിമറന്നിരിക്കുകയാണ്. ഒടുവിൽ 3:15 വധൂവരന്മാരുമായി ആ 2 കാറുകളും ചെമ്പകശ്ശേരി തറവാടിൻ്റെ പ്രധാന കവാടം കടന്ന് അകത്തേക്ക് കയറി. ഈ സമയം ജയകൃഷ്ണനൊപ്പം കാറിലിരിക്കുന്ന ദേവൂട്ടിയെ സംബന്ധിച്ച് പറഞ്ഞാൽ വലിയൊരു കോട്ടവാതിൽ കടന്ന് കൊട്ടാരതുല്യമായ ആ വീടും പരിസരവും കണ്ടതോടെ അറിയില്ല താൻ എത്തപ്പെട്ടു നിൽക്കുന്നത് തനിക്ക് സ്വപ്നം പോലും കാണാൻ കഴിയാത്തത്ര ഉയരത്തിലാണെന്ന് അവൾ മനസ്സിലാക്കുന്നു. അതോടെ തൻ്റെ കുടുംബത്തേക്കാൾ സാമ്പത്തിക സ്ഥിതി കൂടുതലുള്ള ഒരാളാണ് ജയകൃഷ്ണനെന്ന് അറിയാമായിരുന്നെങ്കിലും ഇത്ര വലിയ ഒരു കുടുംബത്തിലെ അംഗമായിരിക്കും അവനെന്ന് അവൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇത്രയും വലിയ കുടുംബത്തിലെ ഒരംഗമായ ജയേട്ടനാണ് ഒരു ഗതിയുമില്ലാത്ത തനിക്ക് പിന്നാലെ തൻ്റെ സ്നേഹം പിടിച്ചു വാങ്ങാൻ നടന്നത്. എന്നിട്ടോ ആ സ്നേഹം കിട്ടാൻ വേണ്ടി എന്തെല്ലാം സഹിച്ചു ആ പാവം. അതുമാത്രമാണോ താൻ എന്തെല്ലാം പറഞ്ഞു. എന്നിട്ടും പിന്മാറാണ്ട് തൻ്റെ പിന്നാലെ തന്നെ വന്നു. ഒടുവിൽ തൻ്റെ ഇഷ്ടം പിടിച്ചു വാങ്ങി ആ മനുഷ്യൻ്റെ ഭാര്യയാക്കി. ഇന്നിപ്പോൾ തനിക്ക് സ്വപ്നം പോലും കാണാൻ അവകാശമില്ലാത്ത ഈ വലിയ കൊട്ടാരതുല്യമായ വീട്ടിലേക്കും ആ വലിയ കുടുംബത്തിലെ ഇളയ പുത്രൻ്റെ ഭാര്യയെയും മരുമകളായും കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ് തന്നെ. ആ സത്യം മനസ്സിൽ ഉറച്ചതോടെ ദേവൂട്ടിയുടെ മനസ്സിലെ ഭയം ഇരട്ടിയായി. ആ ഭയപ്പാടിൽ നിന്നുകൊണ്ട് തന്നെ അവൾ അവളോട് സ്വയം പറഞ്ഞു, ഇതൊന്നും വേണ്ടിയിരുന്നില്ല അല്ലേ. ജയേട്ടൻ്റെ ആസ്തി ഇത്രയും വലിയ രീതിയിലാണെന്ന് മനസ്സിലായിരുന്നുവെങ്കിൽ താൻ ഒരിക്കലും ഈ വിവാഹത്തിന് സമ്മതിക്കുമായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അതിനൊന്നും തന്നെ കഴിയാത്ത ഒരവസ്ഥയിലാണ് താൻ വന്നെത്തി നിൽക്കുന്നത്. അതോടെ ശാരീരികമായും മാനസികമായും പേടിച്ച ദേവൂട്ടി വല്ലാതെ തളർന്നു പോകുന്നു. ഈ സമയം ആ കാറുകൾ 2 ചെമ്പകശ്ശേരി തറവാട് മുറ്റത്തായി വന്നു നിന്നു.
ഇപ്പോൾ ചെമ്പകശ്ശേരിയിൽ ഭഗീരഥിയും ബന്ധുക്കളും വധൂവരന്മാരെ എതിരേൽക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കി ഉമ്മറത്ത് തന്നെ ഉണ്ടായിരുന്നു. 2 കാറുകളും മുറ്റത്തായി വന്നു നിന്നതും വധൂവരന്മാർ 2 കൂട്ടരും കാറിൽ നിന്നും പുറത്തേക്കിറങ്ങി. ഈ സമയം ഇവിടെ ജയകൃഷ്ണനൊപ്പം കാറിൽ നിന്നും ഇറങ്ങി താഴെ നിലത്തേക്ക് കാൽ കുത്തിയതും ദേവൂട്ടിയുടെ മനസ്സിലെ ധൈര്യം മുഴുവൻ ചോർന്നു പോയതുപോലെയായി. ഇപ്പോൾ താൻ താഴേക്ക് വീണു പോകുമോ എന്ന് ഭയന്ന അവൾ ഒരു ബലത്തിനായി ജയകൃഷ്ണന്റെ കൈ മുറുകെ പിടിച്ചു പോകുന്നു. എന്നാൽ ജയകൃഷ്ണന്റെ കൈക്കുമേൽ ദേവൂട്ടിയുടെ പിടിമുറുകിയതും അവന്റെ മനസ്സിൽ തന്റെ വീടും ചുറ്റുപാടും കണ്ട് ദേവൂട്ടി വല്ലാതെ പേടിച്ചിരിക്കുന്നു എന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ജയകൃഷ്ണൻ ദേവൂട്ടിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പേടിക്കാനൊന്നുമില്ല എന്ന അർത്ഥത്തിൽ തന്റെ കണ്ണുകൾ രണ്ടും അടച്ചു കാണിച്ചു. എന്നാൽ ഇവിടെ ദേവൂട്ടിയുടെ മനസ്സിലെ ആ ഭയം അത് ഇരട്ടിക്കുകയാണ് ചെയ്തത്. ഈ സമയം ഭഗീരഥി കാറിൽ നിന്നും ഇറങ്ങി വീട്ടുമുറ്റത്ത് നിൽക്കുന്ന വധൂവരന്മാരെ എതിരേൽക്കാനായി നിലവിളക്കും ആരതിയുമായി അവർക്കടുത്തേക്ക് വന്നു എന്ന് വെച്ചാൽ ജയനന്ദന്റെയും വാണിയുടെയും അടുത്തേക്കാണ് അവർ പോയത്. അത് കണ്ടുകൊണ്ട് നിന്ന ജയകൃഷ്ണന്റെ മനസ്സിൽ ഇവിടെയും തന്നെയും ദേവൂട്ടിയെയും മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് അപമാനിക്കുക എന്ന ഉദ്ദേശം മാത്രമാണ് തന്റെ വീട്ടുകാരുടെ മനസ്സിൽ എന്ന് മനസ്സിലായി. അതോടെ അവന്റെ മനസ്സിൽ വിവാഹ സ്ഥലത്ത് വെച്ച് അവരോടും ദേവൂട്ടിയോടും കുടുംബത്തോടും തന്റെ വീട്ടുകാർ കാട്ടിയ ആ ഒരു അവഗണനയും ഒറ്റപ്പെടുത്തലും എല്ലാം ഓർമ്മ വന്നു. പിന്നെ ഒന്നും ആലോചിച്ചില്ല ജയകൃഷ്ണൻ. ഇവിടെയെങ്കിലും തനിക്ക് ജയിക്കണമെന്ന വാശിയാൽ അവൻ ആരതിയൊഴിയാനും നിലവിളക്ക് സ്വീകരിക്കാനും നിൽക്കാതെ തന്റെ ചേട്ടൻ ജയനന്ദനും വാണിക്കും മുൻപേ എല്ലാവരും നോക്കി നിൽക്കെ ദേവൂട്ടിയുടെ കൈപിടിച്ച് ആ വീടിനകത്തേക്ക് കയറി. ഈ സമയം മൂത്ത മകനും മരുമകൾക്കും ആരതി ഒഴിഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഭഗീരഥിയും ബന്ധുക്കളും ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള ജയകൃഷ്ണന്റെ ആ പ്രവൃത്തി കണ്ട് ഒന്ന് ഞെട്ടി. ഒപ്പം ഭഗീരഥി ആ ഞെട്ടലോടെ തന്നെ ജയകൃഷ്ണനെ വിളിച്ചു, ജയ. അവരുടെ ആ ഉച്ചത്തിലുള്ള വിളി കേട്ട് അവർക്കു നേരെ തിരിഞ്ഞു നോക്കിയ ജയകൃഷ്ണൻ അമ്മ ഭഗീരഥിയോട്, ഇങ്ങനെ ശബ്ദമുയർത്തി വിളിക്കേണ്ടതില്ല. പിന്നെ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പേ ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ വെച്ച് ഞാൻ എനിക്കിഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിൽ താലികെട്ടി കഴിഞ്ഞതോടെ ഈ വിവാഹത്തിൻ്റെതായ എല്ലാ ചടങ്ങുകളും ഞങ്ങളെ സംബന്ധിച്ച് അവസാനിച്ചു കഴിഞ്ഞിരുന്നു. അല്ല, നിങ്ങൾ മനഃപൂർവ്വം അത് അവസാനിപ്പിച്ചു കളയുകയാണ് ചെയ്തത്. അതാണ് സത്യം. അതുകൊണ്ടാണല്ലോ പിന്നീടുള്ള പല കാര്യങ്ങളിലും ഞങ്ങൾ ഇല്ലാതെ പോയത്. അങ്ങനെയെങ്കിൽ ഈ വീട്ടിലേക്ക് വന്നു കയറുന്നതിന് ഞങ്ങൾക്കിനി എന്തിനാണ് ഇങ്ങനെയൊരു ആചാരം? അതുകൊണ്ട് ഇതുവരെ ഇല്ലാതിരുന്ന ഒരാചാരങ്ങളും ഇല്ലാത്ത സ്ഥിതിക്ക് ഇപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു ആചാരവും എനിക്കും എൻ്റെ പെണ്ണിനും വേണ്ട. പിന്നെ അതിൻ്റെ പേരിൽ അമ്മ വെറുതെ ശബ്ദമുയർത്തി എന്നെ വിളിക്കേണ്ടതില്ല. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈ ആചാരങ്ങളിലൊന്നും എനിക്ക് വിശ്വാസവുമില്ല. അതല്ല, അതിൻ്റെ പേരിൽ അമ്മ മനസ്സിൽ ഭയപ്പെടുന്നത് പോലെ എന്തെങ്കിലും ദോഷം വന്നാൽ അത് ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ്. പിന്നെ നിങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ മനസ്സും മനസാക്ഷിയും ഒന്നുമില്ലാത്ത നിങ്ങൾക്ക് ഈ ആചാരങ്ങളിലൊക്കെ വിശ്വാസമാണെന്നറിഞ്ഞതിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും നോക്കി നിൽക്കെ വീണ്ടും ദേവൂട്ടിയുടെ കൈക്ക് പിടിച്ച് വീടിനകത്തേക്ക് നടന്നു ജയകൃഷ്ണൻ. അതുകൊണ്ട് ഒരു ഞെട്ടലോടെ ഭഗീരഥിയും നമ്പ്യാരുമടക്കം എല്ലാവരും നിശബ്ദരായി നിന്നു പോകുന്നു. തുടർന്ന് ഭഗീരഥി ഇനി എന്താണ് വേണ്ടതെന്നറിയാൻ കഴിയാതെ മറ്റുള്ളവരുടെ നേർക്ക് നോക്കി നിന്നു. ശേഷം ചെയ്തുകൊണ്ടിരുന്ന ചടങ്ങുകൾ മുടക്കരുതെന്ന് ആരോ പറഞ്ഞതനുസരിച്ച് ആ ആരതി ഒഴിഞ്ഞ് നിലവിളക്ക് കൊടുത്ത് ഭഗീരഥി ജയനന്ദനെയും വാണിയെയും വീടിനകത്തേക്ക് കൈപിടിച്ചു കയറ്റി. ഈ സമയം ദേവൂട്ടിയെയും കൂട്ടി അകത്തേക്ക് കയറിപ്പോയ ജയകൃഷ്ണൻ അവിടെ നിന്നും നേരെ മുകളിൽ തൻ്റെ മുറിയിലേക്കാണ് നടന്നത്. അത് കണ്ടുകൊണ്ട് പിന്നാലെ വന്ന ഭഗീരഥി വീണ്ടും ജയകൃഷ്ണനെ വിളിച്ചു, ജയ. അത് കേട്ടതും പടികൾ ഓരോന്നായി കയറി തൻ്റെ മുറിയിലേക്ക് നടന്ന ജയകൃഷ്ണൻ പെട്ടെന്ന് തിരിഞ്ഞ് ഭഗീരഥിയുടെ നേർക്ക് നോക്കി. ഈ സമയം ഭഗീരഥി, അവളെയും കൂട്ടി നീ ഇപ്പോഴേ നിന്റെ മുറിയിലേക്ക് പോയാൽ എങ്ങനെയാണ്? അവളെ ബന്ധുക്കൾക്കെല്ലാം പരിചയപ്പെടുത്തേണ്ടേ? ഈ സമയം ഭഗീരഥിയും ജയകൃഷ്ണനുമായിട്ടുള്ള ആ സംഭാഷണങ്ങൾ കേട്ടുകൊണ്ട് ബന്ധുക്കൾ എല്ലാവരും ജയകൃഷ്ണന്റെ നേർക്ക് നോക്കി അങ്ങനെ നിൽക്കുകയാണ്. അതുകണ്ട ജയകൃഷ്ണന്റെ മനസ്സിൽ ഇനിയും തന്നെയും ദേവൂട്ടിയെയും വെറുതെ വിടാൻ അമ്മയ്ക്ക് ഉദ്ദേശമില്ല. ബന്ധുക്കൾക്കും മറ്റുള്ളവർക്കും മുന്നിൽ തന്നെയും
പാവം ദേവൂട്ടിയെയും എങ്ങനെയും താറടിച്ചു കാണിക്കാനുള്ള ശ്രമമാണ്. അതിനാണ് പിന്നിൽ നിന്നുമുള്ള ഈ വിളി. അതോടെ വല്ലാത്ത ദേഷ്യം തോന്നിയ ജയകൃഷ്ണൻ ഭഗീരഥിയോട്, ഇവിടെ നിൽക്കുന്ന അമ്മയടക്കം ഓരോരുത്തരും ക്ഷേത്ര ഓഡിറ്റോറിയത്തിലെ മണ്ഡപത്തിൽ വെച്ച് ഞാൻ ദേവൂട്ടിയുടെ കഴുത്തിൽ താലി കെട്ടുന്നത് കണ്ടിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെയെങ്കിൽ എൻ്റെ ഭാര്യയും നമ്പ്യാരുടെയും ഭഗീരഥിയുടെയും രണ്ടാമത്തെ മരുമകളുമായ ദേവൂട്ടിയെ അവർ കാണാതിരിക്കാൻ തരമില്ല. ആ നിലയ്ക്ക് അവർക്ക് മുന്നിൽ ദേവൂട്ടിയെ ഇനി വീണ്ടും ഒന്നുകൂടി പരിചയപ്പെടുത്തുക എന്ന് പറയുന്നത് വളരെ ബോറാണ്. അതുകൊണ്ട് അതിന് ഞങ്ങളില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജയകൃഷ്ണൻ ദേവൂട്ടിയെയും കൂട്ടി അവൻ്റെ മുറിയിലേക്ക് നടന്നു. ഈ സമയം ജയകൃഷ്ണനൊപ്പം അവൻ്റെ മുറിയിലേക്ക് കയറിയ ദേവൂട്ടിയെ സംബന്ധിച്ച് പറഞ്ഞാൽ വല്ലാത്ത ഒരുതരം ശങ്കയും പേടിയും ഒക്കെ കൂടി ടെൻഷനിലായിരുന്നു അവൾ. ആ ടെൻഷന് അവൾക്ക് അവളുടേതായ ചില കാരണങ്ങളും ഉണ്ടായിരുന്നു. ഇങ്ങനെയൊരു വീടും വീടിനകവും അതിനുള്ളിൽ കയറുന്നതും അവളുടെ ജീവിതത്തിൽ ഇന്നിത് ആദ്യമായിട്ടായിരുന്നു. അതിനാൽ ദേവൂട്ടിയെപ്പോലെ സാമ്പത്തികമായി താഴ്ന്ന നിലയിൽ കഴിയുന്ന ഏതൊരാൾക്കും തോന്നുന്ന ഒരുതരം ഡിപ്രഷൻ അവളിലുമുണ്ടായി. അതുകൊണ്ട് തന്നെ ജയകൃഷ്ണനൊപ്പം ആ മുറിയിൽ നിൽക്കുന്ന അവൾ തൻ്റെ കാൽപാദം പോലും ശരിയായൊന്ന് ആ തറയിൽ ഉറപ്പിച്ചിരുന്നില്ല. മാത്രമല്ല, ഒരു സ്വപ്നത്തിലെന്ന പോലെ അവൾ ആ മുറിയുടെ അകം നോക്കിക്കാണുകയാണ്. മുറിയുടെ അല്പം മധ്യത്തായി കിടക്കുന്ന രാജകീയമായ കുത്തുപണികളാൽ തീർത്ത വലിയ കട്ടിലും മേശയും ചെറിയ സെറ്റിയും വലിയ കണ്ണാടി അലമാരയും അതിനോട് ചേർന്നുള്ള ഷെൽഫുകളും എന്നു തുടങ്ങി ആ ഒരു മുറിയിൽ ഇല്ലാത്തതായി ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ തനിക്ക് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത അത്ര വലിയ ഉയരത്തിലാണ് താൻ വന്നു നിൽക്കുന്നതെന്നോർത്തപ്പോൾ മനസ്സ് വല്ലാതെ ചൂളിപ്പോയി. ഒപ്പം ചെറുതായിട്ടൊരു ഭയവും തോന്നി. ആ ഭയം മനസ്സിനെ വല്ലാതെ അലോസരപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. അതോടെ അവളുടെ മനസ്സിൽ ഇതൊന്നും വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിപ്പോകുന്നു. ഒപ്പം തന്നേക്കാൾ യോഗ്യതയുള്ള നല്ല പെൺകുട്ടികളെ ജയേട്ടന് കിട്ടുമായിരുന്നു. താൻ കാരണം അത് നടന്നില്ല. വെറുതെയല്ല ജയേട്ടൻ്റെ വീട്ടുകാർക്ക് തന്നോട് ഇത്രയ്ക്ക് ദേഷ്യം. താൻ കാരണമല്ലേ അവരുടെ മകന് കിട്ടേണ്ട നല്ല ബന്ധങ്ങൾ ഇല്ലാതായത്. അതല്ലെങ്കിൽ അങ്ങനെ കിട്ടിയ ബന്ധങ്ങൾ നഷ്ടമായത്. അങ്ങനെ വരുമ്പോൾ അവർ തന്നോട് കാട്ടുന്ന ഈ അകൽച്ചയ്ക്കും ദേഷ്യത്തിനും അവരെ തെറ്റു പറയാനും കഴിയില്ല. പിന്നെ സത്യം പറഞ്ഞാൽ തൻ്റെ അപ്പ അന്ന് പറഞ്ഞത് തന്നെയാണ് ശരിയായ കാര്യം എന്നും അവൾ ഓർത്തുപോകുന്നു. അതോടെ ദേവൂട്ടിയുടെ കണ്ണുകൾ നിറഞ്ഞു. അത് ജയകൃഷ്ണൻ കാണാതിരിക്കാൻ അവൾ ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെ പലതും ചിന്തിച്ചതുകൊണ്ടാവാം ആ മുറിയിൽ നിൽക്കുന്ന ഓരോ നിമിഷവും ദേവൂട്ടിക്ക് വല്ലാതെ വീർപ്പുമുട്ടുന്നത് പോലെ തോന്നി. അല്പം മുമ്പ് ദേവൂട്ടിയുമായി മുറിയിലേക്ക് കയറി വന്ന നിമിഷം ജയകൃഷ്ണൻ അവളോട് പറഞ്ഞ ആ ഒരു വാക്കുപോലും, അതായത് ഇന്നു മുതൽ ഈ മുറി ദേവൂട്ടിയുടേതും കൂടിയാണെന്ന് പറഞ്ഞ ആ ഒരു കാര്യം പോലും മനസ്സുകൊണ്ട് ഉൾക്കൊള്ളാൻ അവൾക്ക് വല്ലാത്ത പ്രയാസം തോന്നി. മനസ്സിൽ ഇപ്പോഴും ദേവൂട്ടി ഒന്നുമില്ലായ്മയിൽ നിൽക്കുന്ന ആ പാവം അയ്യരുടെ മകൾ തന്നെയായിരുന്നു. എന്നാൽ ഇവിടെ എല്ലാവരോടും അംഗം ജയിച്ച് ദേവൂട്ടിയെ സ്വന്തമാക്കിയതിൻ്റെ സന്തോഷം തെല്ലൊന്നുമായിരുന്നില്ല ജയകൃഷ്ണനിൽ. അതുകൊണ്ട് തന്നെ അവൻ അത്രയധികം സന്തോഷത്തിലും ആയിരുന്നു. ഇനി ആരെയും പേടിക്കാതെ ആരുടെയും ശല്യമില്ലാതെ ദേവൂട്ടിയെ തനിക്ക് മാത്രം സ്വന്തമായി എന്ന സത്യം മനസ്സുകൊണ്ട് ഉറപ്പിക്കുന്ന ഓരോ നിമിഷവും അവൻ്റെ മനസ്സിൽ സുഖമുള്ള ഒരുതരം സന്തോഷം വന്നു നിറഞ്ഞു. ഇടയ്ക്ക് ചെറുതായിട്ടാണെങ്കിലും അവൻ്റെ കണ്ണുകളും നിറഞ്ഞു. അത് പക്ഷേ ദേവൂട്ടി കാണാതിരിക്കാൻ അവനും ശ്രദ്ധിച്ചു. തുടർന്ന് തനിക്കൊപ്പം മുറിയിൽ നിൽക്കുന്ന ദേവൂട്ടിയുടെ അടുത്തെത്തിയ അവൻ അവളെ തനിക്ക് അഭിമുഖമായി പിടിച്ചു നിർത്തിക്കൊണ്ട് അവളോട് ആദ്യം ചോദിച്ചത് തൻ്റെ വീടും ചുറ്റുപാടും ഇഷ്ടമായോ എന്നായിരുന്നു. അത് കേട്ട ദേവൂട്ടി ഒന്നും മിണ്ടാതെ അല്പനേരം അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി അങ്ങനെ നിന്നു. തുടർന്ന് അതെ, ഇഷ്ടമായി എന്ന അർത്ഥത്തിൽ തലയാട്ടി. ഈ സമയം അടുത്ത ചോദ്യം വന്നെത്തി. അവൾ നിൽക്കുന്ന ഈ മുറി, അതായത് അവൻ്റെ മുറി, അത് ഇഷ്ടമായോ എന്നായിരുന്നു. അത് കേട്ട ദേവൂട്ടി ആ മുറിയാകെ വീണ്ടും ഒന്നുകൂടി കണ്ണോടിച്ചു നോക്കി. ശേഷം ജയകൃഷ്ണൻ്റെ കണ്ണുകളേക്ക് നോക്കിക്കൊണ്ട് ഇഷ്ടമായി എന്ന അർത്ഥത്തിൽ വീണ്ടും തലയാട്ടി. അതോടെ ജയകൃഷ്ണൻ പറഞ്ഞു തുടങ്ങി, ഇന്നു മുതൽ ഈ മുറിയാണ് നമ്മുടെ ലോകം. ഇവിടെ ഞാനും താനും മാത്രമേ ഉള്ളൂ. തനിക്കുണ്ടാകുന്ന എന്ത് സന്തോഷവും സങ്കടങ്ങളും എന്നോട് പറയാം. അത് കേൾക്കാനും അതിന് സമാധാനം കണ്ടെത്താനും ഞാൻ എന്നും തനിക്കൊപ്പം ഉണ്ടായിരിക്കും. അത് വിലക്കാൻ ആരും വരില്ല. ഈ മുറി നമുക്കൊരു സ്വന്തം സ്വർഗമാക്കണം.
നമ്മുടെ സ്നേഹം കണ്ട് ഈ മുറിയിലെ ഓരോ ചുവരും നാണിച്ച് മുഖം പൊത്തണം. പുറത്തുനിന്നുള്ളവർ ആർക്കും തന്നെ ഇതിനകത്ത് പ്രവേശനമില്ല. പുറത്തുനിന്ന് ഞാൻ ഉദ്ദേശിച്ചത് എൻ്റെ വീട്ടുകാരെയാണ്. അവിടെ നിന്നുള്ള ആരും തന്നെ ഇവിടേക്ക് വരില്ല. പിന്നെ ഏതിരുട്ടത്തും ഈ മുറിയുടെ ഓരോ മുക്കും മൂലയും എനിക്ക് സുപരിചിതമാണ്. അതുപോലെ തന്നെ തനിക്കും അതിന് കഴിയണം. ഇടയ്ക്ക് പിണക്കങ്ങളും പരിഭവങ്ങളും ഒക്കെ ഉണ്ടാകാം. അത് പക്ഷേ 10 സെക്കൻഡ് പോലും നീളാൻ പാടില്ല. അങ്ങനെ വന്നാൽ അതെനിക്ക് സഹിക്കാൻ കഴിയില്ല. പിന്നെ ഈ മുഖത്തെ സങ്കടം അതൊരിക്കലും ചേരില്ല. അതുകൊണ്ട് ഒരു ചെറു പുഞ്ചിരി മതി ഈ മുഖത്തെ. അതാണ് എനിക്കിഷ്ടം. അങ്ങനെ തുടങ്ങി തങ്ങളുടെ കുടുംബജീവിതത്തെക്കുറിച്ചുള്ള ജയകൃഷ്ണൻ്റെ മനസ്സിലെ കാഴ്ചപ്പാടുകൾ ഓരോന്നും അവൻ ദേവൂട്ടിയോട് പറയുന്നു. അവൻ പറഞ്ഞതെല്ലാം കേട്ട് അപ്പോഴും സ്വപ്നലോകത്തിലെന്ന പോലെ ദേവൂട്ടി നിശബ്ദയായി തന്നെ നിൽക്കുകയാണ്. ഈ സമയം താഴെ ഇപ്പോഴും വീഡിയോ പിടുത്തവും ഫോട്ടോയെടുപ്പും തകൃതിയായി നടക്കുകയാണ്. അങ്ങനെ അവരുടെ കാര്യങ്ങൾ നടക്കുന്നതിനിടയിലും ഭഗീരഥിയടക്കം അവിടെയുള്ള ഓരോരുത്തരുടെയും ശ്രദ്ധ മുഴുവൻ ജയകൃഷ്ണൻ്റെ മുറിക്കു നേർക്കായിരുന്നു. മുറിയിലേക്ക് പോയ അവർ രണ്ടുപേരെയും തിരിച്ചു താഴേക്ക് വന്നു കാണാത്തതിലുള്ള ടെൻഷനിലായിരുന്നു ഭഗീരഥിയും മറ്റുള്ളവരും. ആ ടെൻഷനോടൊപ്പം ഭഗീരഥിയുടെയും നമ്പ്യാരുടെയുമെല്ലാം മനസ്സിൽ ദേവൂട്ടിയോടുള്ള വെറുപ്പും ദേഷ്യവും കൂടി. എന്നാൽ ഏതാനും സമയം കഴിഞ്ഞതും ജയകൃഷ്ണനും ദേവൂട്ടിയും താഴേക്ക് ഇറങ്ങി വന്നു. ഈ സമയം എല്ലാവരും രണ്ടുപേരെയും ശ്രദ്ധിച്ചു. എന്നാൽ സമ്പന്നകുലരായതിൻ്റെ പേരിൽ തൻ്റെ വീട്ടുകാർക്കും ബന്ധുക്കൾക്കും മുന്നിൽ സാമ്പത്തികമായും അല്ലാതെയും ഒരുപാട് കുറവുകളുണ്ടെന്ന് അവർ എല്ലാവരും ഒരേപോലെ ഒരേ സ്വരത്തിൽ പറയുന്ന ആ വലിയവർക്ക് മുന്നിൽ ഒരു അപഹാസ്യപാത്രമായി ദേവൂട്ടിയെ നിർത്താൻ ജയകൃഷ്ണൻ തീരുമാനിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ തൻ്റെ വീട്ടുകാരെയും ബന്ധുക്കളെയും ആരെയും ശ്രദ്ധിക്കാതെ താഴെയെത്തിയ ജയകൃഷ്ണൻ ദേവൂട്ടിയെയും കൂട്ടി പുറത്തേക്കിറങ്ങി. വീടിന് പുറത്തെ ആ ചുറ്റുപാടും പരിസരവുമെല്ലാം അവളെ കൊണ്ടു നടന്ന് കാണിച്ചു. ഇതിനിടെ വീണ്ടും ഫോട്ടോഗ്രാഫറും വീഡിയോഗ്രാഫറും അവർക്കരികിലെത്തി ഫോട്ടോ എടുക്കുകയും വീഡിയോ പിടിക്കുകയും ചെയ്തു. അല്പനേരം അവർക്കൊപ്പം നിന്ന ശേഷം ജയകൃഷ്ണൻ ദേവൂട്ടിയെയും കൂട്ടി അവിടെ നിന്നും മാറി നടന്നു. അങ്ങനെ അവർ ഇരുവരും ആ വീടിൻ്റെ മുൻപിലുള്ള പൂന്തോട്ടത്തിലൂടെ നടക്കവേ ദേവൂട്ടിക്ക് തല വല്ലാതെ വേദനിക്കാൻ തുടങ്ങി. അക്കാര്യം അവൾ ജയകൃഷ്ണനോട് പറഞ്ഞു. തലയിൽ ചൂടിയ ഈ മുല്ലപ്പൂവിൻ്റെ മണവും അലച്ചിലും ഒക്കെ കൊണ്ടാണ് ഈ തലവേദനയെന്ന് പറഞ്ഞുകൊണ്ട് ജയകൃഷ്ണൻ അവളെയും കൂട്ടി ആ പൂന്തോട്ടത്തിലെ ഒരു തണൽമര ചുവട്ടിലേക്ക് നടന്നു. തുടർന്ന് ആ മരത്തിൻ്റെ താഴെയായി പണി കഴിപ്പിച്ച സിമൻ്റ് ബെഞ്ചിലേക്ക് ദേവൂട്ടിയെ കൊണ്ടിരുത്തിക്കൊണ്ട് അവളോട് തലയിൽ കുത്തിയ പൂവും ഹെയർപിന്നുകളും അഴിച്ചു മാറ്റാൻ പറയുന്നു. അതോടെ ദേവൂട്ടി അതിനുള്ള ശ്രമം തുടങ്ങി. എന്നാൽ തലയിൽ കുത്തിയ ഹെയർപിന്നുകളുടെ എണ്ണം കൂടുതലായതുകൊണ്ടും മുടി ഫാഷനിൽ ആയതുകൊണ്ടും അവൾക്ക് ഒറ്റയ്ക്ക് ആ ഹെയർപിന്നുകൾ ഊരിമാറ്റാൻ നല്ല പ്രയാസം ആയിരുന്നു. അതിനാൽ പതിയെയായിരുന്നു അവൾ ഹെയർപിന്നുകൾ ഓരോന്നും ഊരിയെടുത്തത്. ഈ സമയം ദേവൂട്ടിക്കരികിൽ നിന്ന് ഇതെല്ലാം കണ്ടുകൊണ്ടു നിന്ന ജയകൃഷ്ണൻ ആ ഹെയർപിന്നുകൾ ഊരിമാറ്റാൻ അവളെ സഹായിക്കുന്നു. ചുറ്റുപാടുമുള്ള ആരെയും ഒന്നിനെയും ശ്രദ്ധിക്കാതെ അവൻ ദേവൂട്ടിയുടെ മുടിയിൽ നിന്നും ആ ഹെയർപിന്നുകൾ ഓരോന്നായി ഊരിമാറ്റിയെടുക്കുകയാണ്. അങ്ങനെ ആ ഒരു കാര്യം ചെയ്യുന്നതിനിടെ ജയകൃഷ്ണൻ ദേവൂട്ടിയുടെ കാതിൽ എന്തോ ഒന്ന് പറഞ്ഞു. അത് കേട്ടതും നാണം കൊണ്ട് ദേവൂട്ടിയുടെ മുഖം ചുവന്നു തുടുത്തു. ഒപ്പം അവൾ ജയകൃഷ്ണനെ തൻ്റെ അരികിൽ നിന്നും തള്ളിമാറ്റി. തുടർന്ന് അവൾ തനിയെ ഹെയർപിന്നുകൾ ഊരിയെടുക്കുന്നു. ഒടുവിൽ തലയിൽ നിന്നും ഹെയർപിന്നുകളും മുല്ലപ്പൂവും എല്ലാം എടുത്തുമാറ്റി കഴിഞ്ഞതും ദേവൂട്ടി ആ ബെഞ്ചിൽ നിന്നും എഴുന്നേറ്റ് മുന്നോട്ട് നടന്നു. ഈ സമയം പിന്നിൽ നിന്ന ജയകൃഷ്ണൻ അവളുടെ സാരിത്തുമ്പിൽ പിടിച്ച് ദേവൂട്ടിയെ പിന്നിലേക്ക് വലിക്കുന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള ആ പിടിയിൽ ദേവൂട്ടി പെട്ടെന്ന് പിന്നിലേക്ക് വീണുപോകുന്നു. എന്നാൽ ഇവിടെ അവൾ നിലത്തേക്ക് വീഴാൻ തുടങ്ങുന്നതിന് മുമ്പേ അവൾക്ക് പിന്നിൽ നിന്ന ജയകൃഷ്ണൻ്റെ കൈകൾ ദേവൂട്ടിയെ താങ്ങിപ്പിടിച്ചു കഴിഞ്ഞിരുന്നു. അങ്ങനെ താങ്ങിപ്പിടിച്ച ദേവൂട്ടിയെ ജയകൃഷ്ണൻ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ദേവൂട്ടിയുടെ മനോഹരമായ ആ മിഴികളിലേക്ക് നോക്കി നിന്നു. ഈ സമയം തന്നെ പിന്നിൽ നിന്നും വീഴ്ത്താൻ ശ്രമിച്ചതിൻ്റെ ചമ്മലിലും ദേഷ്യത്തിലുമായ ദേവൂട്ടി ജയകൃഷ്ണനെ പിച്ചിയും മാന്തിയും കൈത്തണ്ടയിൽ കടിച്ചുകയും ചെയ്യുന്നു. ജയകൃഷ്ണൻ അത് തടയാൻ ശ്രമിച്ചുവെങ്കിലും ഒടുവിൽ അവർക്ക് മുന്നിൽ തോൽവി സമ്മതിക്കേണ്ടി നിശബ്ദനായി നിന്നു പോകുന്നു അവൻ. അങ്ങനെ സിനിമയിലെ പ്രണയ ജോഡികളെ പോലെ ആയിത്തീർന്നു ജയകൃഷ്ണനും ദേവൂട്ടിയും. മാത്രമല്ല തമ്മിലുള്ള പ്രണയം അവിടെ അങ്ങനെ പൂത്തുലഞ്ഞു നിൽക്കുകയാണ്. അത് കണ്ടു അന്തം വിട്ട് കുന്തം വിഴുങ്ങിയതുപോലെ കുറേ പേർ നിൽക്കുമ്പോൾ ഫോട്ടോഗ്രാഫറും വീഡിയോഗ്രാഫറും
വളരെ അപൂർവമായി കിട്ടിയ ഈ ഒരു പ്രണയരംഗങ്ങൾ തങ്ങളുടെ ക്യാമറ കണ്ണുകളിൽ പകർത്തിയെടുക്കുകയായിരുന്നു. ഈ സമയം മറ്റൊരു വിഭാഗം ദേവൂട്ടിയെയും ജയകൃഷ്ണനോടുമുള്ള അവരുടെ മനസ്സിലെ വെറുപ്പും ദേഷ്യവും കാരണം എന്തൊക്കെയോ പിറുപിറുത്ത് നടക്കുന്നു. എന്നാൽ ഇവിടെ ഇതൊന്നും അറിയാതെയും ശ്രദ്ധിക്കാതെയും ജയകൃഷ്ണനും ദേവൂട്ടിയും അവരുടെ പ്രണയലോകത്തായിരുന്നു. അങ്ങനെ അവരുടെ ആ പ്രണയലോകത്ത് നിൽക്കുന്ന ജയകൃഷ്ണനെ സംബന്ധിച്ചു പറഞ്ഞാൽ, തൻ്റെ വീട്ടുകാരെയും ബന്ധുക്കളെയും നന്നായി അറിയാവുന്ന അവനെ താൻ ദേവൂട്ടിയെയും കൂട്ടി അവിടെ നിന്നും പുറത്തേക്കിറങ്ങിയ നിമിഷം മുതൽ ഒളിഞ്ഞും തെളിഞ്ഞും എല്ലാവരും തന്നെയും ദേവൂട്ടിയും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അവനറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് തൻ്റെ മനസ്സിലെ ദേവൂട്ടിയോടുള്ള സ്നേഹം അവർക്ക് കാണട്ടെ എന്നു കരുതി ഇങ്ങനെയൊരു പ്രണയരംഗം അവൻ നടത്തിയത്. എന്നാൽ പാവം തൻ്റെ ദേവൂട്ടിയുണ്ടോ അതറിയുന്നു. അങ്ങനെയൊരു പ്രണയരംഗം നടക്കുമ്പോഴും ദേവൂട്ടി അടുത്തു നിൽക്കുന്ന ഓരോ നിമിഷവും ജയകൃഷ്ണൻ അവനെ തന്നെ മറന്നുപോവുകയും ചെയ്തിരുന്നു. ഇത്രയും വിദ്യാഭ്യാസമുള്ള താൻ സ്വന്തം വീട്ടുകാർക്കും ബന്ധുക്കൾക്കും കൂട്ടുകാർക്കും മുന്നിൽ ഇങ്ങനെയൊരു സീൻ ചെയ്യുന്നത് തന്നെ തെറ്റും പരമബോറുമാണെന്ന് ജയകൃഷ്ണന് അവൻ്റെ മനസ്സിലുണ്ടായിരുന്നു. എന്നാൽ എന്തോ കുറച്ചു മുമ്പും ഇപ്പോഴും തൻ്റെ വീട്ടുകാർ ദേവൂട്ടിയോട് കാട്ടുന്ന ആ അകൽച്ചയും വെറുപ്പും ഒപ്പം മൂത്ത മരുമകൾ വാണിയോട് കാട്ടുന്ന സ്നേഹവും കരുതലും കണ്ട് ഒരു നിമിഷം മനസ്സ് കൈവിട്ടുപോയി. അതേ തുടർന്നാണ് ആ ഒരു നിമിഷത്തിൽ തോന്നിയ പ്രതീകാത്മകമായ ഒരു വികാരമായിരുന്നു ഇത്. അതിൻ്റെ ഭാഗമായി അവളെ അവഗണിച്ചവർക്ക് മുന്നിൽ ദേവൂട്ടിയെ സ്നേഹിക്കാൻ താനുണ്ടെന്നും താൻ മാത്രം മതി അവൾക്കെന്നുമുള്ള ഒരു താൻ മാത്രം മതി എന്നും കാണിച്ചുകൊണ്ടുള്ള ഒരു ചെറിയ മധുര പ്രതികാരമായതിനു വേണ്ടിയായിരുന്നു അവൻ ഇങ്ങനെ ഒരു പ്രണയ സീൻ തയ്യാറാക്കിയത്. കാര്യം എന്തു തന്നെയായാലും എന്നാൽ ഇങ്ങനെയൊരു സീൻ ഉണ്ടാകാൻ കാരണം എന്തു തന്നെയായാലും അവർ തമ്മിൽ അല്പനേരം നടത്തിയ ആ പ്രണയ സീൻ അത് മനസ്സുകൊണ്ട് ആസ്വദിക്കാത്തവരായി ഇവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല എന്നത് മറ്റൊരു സത്യവുമാണ്. അങ്ങനെ സമയം പതിയെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ ഇവിടെ ഫോട്ടോഗ്രാഫറും വീഡിയോഗ്രാഫറും അവരുടെ ജോലികൾ പൂർത്തിയാക്കിയ ശേഷം എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങുന്നു. തുടർന്ന് വിവാഹത്തിനെത്തിയ ബന്ധുക്കളും സുഹൃത്തുക്കളും തറവാട്ടിൽ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇറങ്ങിത്തുടങ്ങുന്നു. ഈ സമയം അങ്ങ് ദൂരെ പടിഞ്ഞാറേ ചക്രവാളത്തിലേക്ക് ഇന്നത്തെ തൻ്റെ പതിവ് സന്ദർശനം കഴിഞ്ഞ് സകല ജീവജാലങ്ങളോടും യാത്ര പറഞ്ഞ് തൻ്റെ സ്ഥാനത്തേക്ക് പതിയെ മടങ്ങിത്തുടങ്ങി സൂര്യനും. അതോടെ ജയകൃഷ്ണൻ ദേവൂട്ടിയെയും കൂട്ടി വീടിനകത്തേക്ക് നടന്നു. ഇതിനിടെ അവിടെ വിവാഹത്തിനെത്തിയവരിൽ പലർക്കും ദേവൂട്ടി ഊമയാണെന്ന കാര്യം അറിയാമായിരുന്നില്ല. അതിനാൽ ഇടയ്ക്ക് ചിലർ ദേവൂട്ടിയുടെ അരികിലെത്തി അവളെ പരിചയപ്പെടാൻ വന്നു. എന്നാൽ അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ ദേവൂട്ടി നിൽക്കുന്നത് കണ്ടപ്പോൾ അവൾക്ക് വലിയ ജാടയാണെന്നാണ് അവർ കരുതിയിരുന്നത്. അതിനാൽ അവർക്ക് ദേവൂട്ടിയോട് അതിൻ്റെ ഒരു ദേഷ്യവും പരിഭവവും ഉണ്ടായി. അവർ തമ്മിൽ അക്കാര്യം പറയുകയും ചെയ്തിരുന്നു. എന്നാൽ തനിക്ക് സംസാരിക്കാൻ കഴിയില്ല എന്ന വേദനയോടെ നിശബ്ദയായി നിന്ന ദേവൂട്ടിക്ക് അവരുടെ ആ തെറ്റിദ്ധാരണയിൽ വലിയ വിഷമം തോന്നി. അത് മനസ്സിലാക്കിയ ജയകൃഷ്ണൻ അവളെ സമാധാനപ്പെടുത്തി. ഇപ്പോൾ സമയം 9:10. വിവാഹത്തിനെത്തിയവരെല്ലാവരും ഇതിനോടകം യാത്ര പറഞ്ഞ് അവിടെ നിന്നും പോയിക്കഴിഞ്ഞിരുന്നു. ഇപ്പോൾ ചെമ്പകശ്ശേരി തറവാട് ശാന്തമാണ്. എല്ലാവരും കുളി കഴിഞ്ഞ് മുഷിഞ്ഞ വേഷമെല്ലാം മാറി വളരെ നീറ്റായി കഴിഞ്ഞിരുന്നു. ജയകൃഷ്ണൻ ദേവൂട്ടിയും മുകളിൽ അവരുടെ മുറിയിലാണ്. മറ്റുള്ളവരെല്ലാവരും താഴെ ഹാളിൽ ഇരിക്കുന്നുണ്ട്. ഈ ഒരു വിവാഹത്തോടെ ചെമ്പകശ്ശേരി തറവാട് ഇപ്പോൾ 2 തട്ടിലാണ്. അതിൽ ആദ്യത്തെ തട്ടിൽ നമ്പ്യാരും ഭാഗീരഥയും ജയനന്ദനും വാണിയും വന്ദനയും ഒക്കെയാണ്. രണ്ടാമത്തെ തട്ടിലാണ് ജയകൃഷ്ണനും ദേവൂട്ടിയും. അംഗസംഖ്യ കൂടുതലുള്ളതിനാൽ ആദ്യത്തെ തട്ടിലുള്ളവർ സ്വാഭാവികമായും വളരെ പ്രബലരായിരിക്കും. അങ്ങനെ വരുമ്പോൾ അംഗസംഖ്യ കുറവുള്ളവർ എപ്പോഴും ഒരല്പം ശാന്തരുമായിരിക്കും. എന്നാൽ പൊരുതേണ്ട സാഹചര്യം വന്നാൽ അവർ പൊരുതി നിൽക്കുക തന്നെ ചെയ്യും. ഈ സമയം നാണിയമ്മ വന്നു. ഭക്ഷണം കഴിക്കാൻ എല്ലാവരെയും വിളിക്കുന്നു. അതോടെ അവരെല്ലാവരും ഭക്ഷണം കഴിക്കാനായി ഡൈനിങ് ഹാളിലെത്തി. ഡൈനിങ് ഹാളിലെ മേശയ്ക്കരികിൽ ആദ്യം എത്തിയത് നമ്പ്യാരും കൂട്ടരുമായിരുന്നു. അവർ വന്നിരുന്നതും നാണിയമ്മ അവർക്ക് ഭക്ഷണം വിളമ്പി. ഈ സമയത്താണ് ദേവൂട്ടിയും കൂട്ടി ജയകൃഷ്ണൻ അവിടേക്ക് വന്നത്. തങ്ങളുടെ ശത്രുക്കളുടെ അടുത്തേക്ക് കസേര വലിച്ചിട്ട് ജയകൃഷ്ണൻ ഇരിക്കുന്നു.
ശേഷം ദേവൂട്ടിയെയും അടുത്തു പിടിച്ചിരുത്തി. ഈ സമയം ഭക്ഷണം കഴിച്ചുകൊണ്ട് ആ ടേബിളിന് ചുറ്റും വരുന്ന എല്ലാവരുടെയും മുഖം കടിച്ചു വീർത്ത് മത്തങ്ങ പോലെയായിത്തീർന്നു. എന്നാൽ അതൊന്നും തന്നെ ശ്രദ്ധിക്കാതെ ജയകൃഷ്ണൻ നാണിയമ്മയെ വിളിച്ചു ഉണ്ട്. നാണിയമ്മേ, എന്നും രാത്രിയിൽ ഞാൻ കഴിക്കാറുള്ള എൻ്റെ സ്പെഷ്യൽ ഭക്ഷണം എവിടെ എന്ന് ചോദിച്ചു. അതോടെ നാണിയമ്മ ജയകൃഷ്ണന് വേണ്ടി തയ്യാറാക്കി മാറ്റിവെച്ച പൂരിയും കറിയും വിളമ്പി. ഈ സമയം ജയകൃഷ്ണൻ ദേവൂട്ടിയോട് ദേവൂട്ടിക്കും ഇതുതന്നെ മതിയോ എന്നും അതോ മറ്റ് എന്തെങ്കിലും വേണമോ എന്നും ചോദിക്കുന്നു. എന്നാൽ ദേവൂട്ടിക്കും ഇതുതന്നെ മതിയെന്ന് അവൾ പറഞ്ഞു. അത് കേട്ട ജയകൃഷ്ണൻ എല്ലാവരും കേൾക്ക ദേവൂട്ടിയോട്, വെരി ഗുഡ്, ഭാര്യയായാൽ ഇങ്ങനെ വേണം, ഭർത്താവിൻ്റെ ഇഷ്ടമായിരിക്കണം ഭാര്യയുടെ ഇഷ്ടവും. അതല്ലാതെ ചില അലമ്പു ഭാര്യമാരെ പോലെ ഭർത്താവിനെ തീരെ വില കുറച്ച് കണ്ടും അവരെ ഭരിച്ചും നിയന്ത്രിച്ചും തൻ്റെ അടിമയാക്കിയും മറ്റുള്ളവർ വരുമ്പോൾ മാത്രം ഭർത്താവെന്ന പദവി നൽകിക്കൊണ്ട് ഒരു കോമാളിയാക്കിയും ഭർത്താവിനെ കൂടെ കൊണ്ടു നടക്കുന്ന ഒരാളായിരിക്കരുത് ഭാര്യ. ഭാര്യ എപ്പോഴും ഭർത്താവിനെ അനുസരിച്ചും അവൻ്റെ ഇഷ്ടങ്ങൾ അറിഞ്ഞും ജീവിക്കുന്ന ഒരാളായിരിക്കണം. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ഭാര്യയെന്ന് വിളിക്കേണ്ടത്. പിന്നെ എല്ലാം സഹിച്ചും ക്ഷമിച്ചും തങ്ങളുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞും ഒപ്പം നിൽക്കുന്നവളാണ് ഭാര്യയെന്ന് കരുതി അവൾക്കൊരു ജീവനും ജീവിതവും ഉണ്ടെന്നും അതിനുള്ളിൽ ഒരു മനസ്സുണ്ടെന്നും ആഗ്രഹങ്ങളും മോഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടെന്നും ആ ഭർത്താവും തിരിച്ചറിയണം. എന്നിട്ട് അവളുടെ ആ ആഗ്രഹങ്ങൾ തങ്ങളെക്കൊണ്ട് കഴിയുന്ന തരത്തിൽ സാധിച്ചു കൊടുക്കണം. മാത്രമല്ല, ഒരു ഭർത്താവിനേക്കാൾ ഉപരിയായി അവൾക്ക് അദ്ദേഹം നല്ലൊരു സുഹൃത്തായിരിക്കണം. അവളുടെ അച്ഛനും അമ്മയും സഹോദരനും സഹോദരിയും ഒക്കെയായി അവൾക്കൊപ്പം നിൽക്കണം. അതാണ് ഭർത്താവ്. അല്ലാതെ അവളെ ഒരു വേലക്കാരിയായി മാത്രം കണ്ട് അവളെ ഭരിക്കുന്നവനായിരിക്കരുത് ഭർത്താവ്. അങ്ങനെയുള്ളവനെ ഭർത്താവെന്നല്ല വിളിക്കേണ്ടത്, വഷളൻ എന്നാണ്. അതല്ല, അറുവഷളൻ എന്നാണ് വിളിക്കേണ്ടത്. ജയകൃഷ്ണൻ പറഞ്ഞു നിർത്തുന്നു. ശേഷം നാണിയമ്മയോട് താൻ പറഞ്ഞ ഇക്കാര്യങ്ങളെല്ലാം സത്യമല്ലേ എന്ന് ചോദിക്കുന്നു. അത് കേട്ട നാണിയമ്മ അതേ എന്ന അർത്ഥത്തിൽ ഒന്ന് പുഞ്ചിരിച്ചു. തുടർന്ന് അവർ അടുക്കളയിലേക്ക് നടന്നു. അല്പം കഴിഞ്ഞതും അവിടെയിരുന്ന എല്ലാവർക്കും മുൻപേ ദേവൂട്ടി ഭക്ഷണം മതിയാക്കി എഴുന്നേറ്റു. അത് കണ്ട ജയകൃഷ്ണൻ ദേവൂട്ടിയോട്, എന്തുപറ്റി, പൂരി ഇഷ്ടമായില്ലേ എന്ന് ചോദിക്കുന്നു. അത് കേട്ടതും ദേവൂട്ടി ഇഷ്ടമായി എന്ന അർത്ഥത്തിൽ അവൾ തലയാട്ടി. പിന്നെന്തേ അത് മുഴുവൻ കഴിക്കാഞ്ഞത്? ആകെ ഇട്ടത് 2 എണ്ണമാണ്, അതിൽ നിന്നും 1 കഴിച്ചുള്ളൂ. എന്നാൽ ദേവൂട്ടി തനിക്ക് വയറു നിറഞ്ഞു എന്ന് പറയുന്നു. അതോടെ ജയകൃഷ്ണൻ വാഷ് ബേസിൻ്റെ നേർക്ക് കൈ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കൈ കഴുകാൻ പറഞ്ഞു. അതേ തുടർന്ന് ദേവൂട്ടി കൈ കഴുകാനായി വാഷ് ബേസിൻ്റെ അടുത്തെത്തി. കൈ കഴുകിയ ശേഷം ഇനി തിരികെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ജയകൃഷ്ണൻ്റെ അടുത്തേക്ക് പോകണമോ അതോ മുറിയിലേക്ക് പോകണമോ എന്ന ആശയക്കുഴപ്പത്തിൽ അങ്ങനെ അവിടെ തന്നെ നിന്നു. ഈ സമയം അത് കണ്ട ജയകൃഷ്ണൻ ദേവൂട്ടിയെ വിളിച്ചു. അതേ ഭാര്യയെ, കൈ കഴുകി കഴിഞ്ഞെങ്കിൽ അവിടെ തന്നെ നിന്നാലെങ്ങനെയാ? എനിക്ക് നല്ല വിശപ്പുണ്ട്. നാണിയമ്മയാണെങ്കിൽ അടുക്കളയിലുമാണ്. ജയകൃഷ്ണൻ ആ പറഞ്ഞതിൻ്റെ പൊരുൾ എന്താണെന്ന് ദേവൂട്ടിക്കും അവിടെ ഇരുന്ന ഓരോരുത്തർക്കും മനസ്സിലായി. അതോടെ ദേവൂട്ടി വീണ്ടും ജയകൃഷ്ണൻ്റെ അടുത്തെത്തി ടേബിളിൻ്റെ പുറത്തിരുന്ന പാത്രത്തിൽ നിന്നും പൂരിയും കറിയും അത് അവന് വിളമ്പിക്കൊടുത്തു. ശേഷം അവൻ്റെ അടുത്ത് അങ്ങനെ നിന്നു. ഈ സമയം ആ ടേബിളിൻ്റെ ചുറ്റും വരുന്ന 4 പേരുടെയും കണ്ണുകൾ അത് ദേവൂട്ടിയുടെ മേൽ തറഞ്ഞു നിൽക്കുന്നത് ജയകൃഷ്ണൻ ശ്രദ്ധിച്ചിരുന്നു. 3 പേരുടെയും കണ്ണുകളിൽ ദേവൂട്ടിയോടുള്ള വൈരാഗ്യവും വെറുപ്പുമായിരുന്നുവെങ്കിൽ 4മത്തെയാളുടെ കണ്ണുകളിൽ ദേവൂട്ടിയെ ചുട്ടരിക്കാൻ പാകത്തിലുള്ളത്ര അഗ്നിയായിരുന്നു. അവരെ 4 പേരെയും ജയകൃഷ്ണൻ ശ്രദ്ധിച്ചിരുന്നത് പക്ഷേ അവർ 4 പേരും അറിഞ്ഞിരുന്നില്ല. ഈ സമയം ജയകൃഷ്ണൻ്റെ അടുത്ത് നിന്ന് ഭക്ഷണം കൊടുത്തുകൊണ്ടു നിന്ന ദേവൂട്ടി ജയകൃഷ്ണൻ അവൾ ആദ്യം ഇട്ടുകൊടുത്ത പൂരി കഴിച്ചു തീർന്നതും അവൻ ആവശ്യപ്പെടാതെ വീണ്ടും അവൻ്റെ പ്ലേറ്റിലേക്ക് പൂരിയിട്ടു. അതുകണ്ട് ജയകൃഷ്ണൻ പെട്ടെന്ന് അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട്, അതേ ഭാര്യയെ, മതി, ഇനി ഇതുകൂടി കഴിച്ചാൽ എൻ്റെ വയറ് പൊട്ടിപ്പോകും. അതുകൊണ്ട് എനിക്ക് മതിയായി. പിന്നെ തൻ്റെ ഈ കൈകൊണ്ട് വിളമ്പിത്തരുന്ന ഭക്ഷണം കഴിക്കണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമായിരുന്നു. അത് സാധിച്ചു. കാരണം ഇനി എനിക്ക് അതിന് കഴിയാതെ വന്നാലോ എന്നൊരു പേടി. അതാണ്. ജയകൃഷ്ണൻ പറഞ്ഞു നിർത്തുന്നു.
ജയകൃഷ്ണൻ ആ പറഞ്ഞതിൻ്റെ പൊരുൾ അതെന്താണെന്ന് ദേവൂട്ടിക്ക് മനസ്സിലായില്ല എങ്കിലും അവിടെ ഇരുന്ന മറ്റു 4 പേർക്കും അത് മനസ്സിലായി. ഒടുവിൽ മറ്റെല്ലാവർക്കും മുമ്പേ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ജയകൃഷ്ണൻ ദേവൂട്ടിയും അവിടെ നിന്നും തങ്ങളുടെ മുറിയിലേക്ക് പോയി. അവർ അവിടെ നിന്നും പോയിക്കഴിഞ്ഞതും ഡൈനിങ് ടേബിളിൽ ഭഗീരഥി നമ്പ്യാരോട്, മകൻ പറഞ്ഞതിൻ്റെ പൊരുൾ അച്ഛന് മനസ്സിലായല്ലോ അല്ലേ? മനസ്സിലായി. നമുക്ക് മുന്നിൽ ആ പൊട്ടിപ്പെണ്ണിനെ പൊക്കിക്കാട്ടിയും അവൾക്ക് മുന്നിൽ നമ്മളെ താറടിച്ചു കാണിക്കുകയും ചെയ്യാനുള്ള ശ്രമമാണ് അവൻ നടത്തിയത്. പിന്നെ ഒടുവിൽ അവൻ പറഞ്ഞ ആ ഒരു കാര്യം, അത് ശരിക്കും നമുക്കിട്ട് താങ്ങിയതാണ്. അതും മനസ്സിലായി. പിന്നെ ഇത് എത്ര ദൂരം ഇങ്ങനെ പോകുമെന്ന് നോക്കാം. ഈ സമയം ജയനന്ദനും വാണിയും പക്ഷേ നിശബ്ദരായി ഇരിക്കുകയാണ്. അങ്ങനെ നിശബ്ദരായിരിക്കുന്ന അവരുടെ രണ്ടാളുടെയും മനസ്സുകളിലെ ചിന്തകൾ ഒരേപോലെയായിരുന്നു. വാണിയുടെ മനസ്സിൽ ജയകൃഷ്ണനോടൊപ്പം ഇരിക്കുന്ന ദേവൂട്ടിയോടായിരുന്നു കൂടുതൽ പകയെങ്കിൽ ജയനന്ദൻ്റെ മനസ്സിൽ ദേവൂട്ടിയെ ജയകൃഷ്ണന് കിട്ടിയതിൻ്റെ അസൂയയായിരുന്നു അവന്. തുടർന്ന് 4 പേരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും അവരവരുടെ മുറികളിലേക്ക് പോയി.